അറബികൾക്കിടയിൽ അങ്ങനെ ഒരു ചൊല്ലുണ്ട്. അറബി എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ അറിയാവുന്ന ആ ഒരു പോളിഷ്ഡ് റിഫൈൻഡ് അറബി എന്നല്ല, ഈ ബദൂസ് എന്ന് പറയും. അങ്ങനെ വളരെയേറെ മരുഭൂമികളിൽ മാത്രം ജീവിച്ചിരുന്ന അറബി, അവർക്കിടയിൽ ഒരു ചൊല്ലുണ്ട്, അപ്പം എത്ര ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അതിൻ്റെ പാതി അപർണാണ്. ഇവിടെ ഇരിക്കുന്ന ഒരാൾ ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആണെന്ന് വിചാരിക്കുക, റംസാന കണക്കൊക്കെ. അദ്ദേഹത്തിന് ചിലപ്പോൾ ഒരു ഒപ്പിന് ചിലപ്പോൾ ഒരു 50,000 രൂപയുടെ ഒരു ഇത് കിട്ടും. വേറൊരാൾ മൈക്കാട്ട് പണിയിൽ ഏർപ്പെടുകയാണ്, അയാൾക്ക് വൈകുന്നേരം കിട്ടുന്നത് 600 രൂപയാണ്. അയാൾ സഹായി മാത്രം, കൈസഹായി മാത്രമാണ്. ഈ പറഞ്ഞ ചാർട്ടേഡ് അക്കൗണ്ട് ആയാലും ഈ മൈക്കാട്ട് പണി ചെയ്യുന്ന ആളാണെങ്കിലും അയാളുടെ അപ്പത്തിൻ്റെ പാതി അപരന് വേണ്ടിയാണ്, ഇതിന് പറ്റാത്ത ആൾക്ക് വേണ്ടിയാണ്. അത്തരമൊരു സങ്കല്പത്തിൽ നിന്നാണ് ഈ റെസ്പോൺസിബിൾ റെസ്റ്റോറൻ്റ് ഉണ്ടാവുന്നത്. നമ്മുടെ ചില ആവശ്യങ്ങൾക്കൊരിക്കലും അതിരുണ്ടാവില്ല, അതിങ്ങനെ ഓരോ ദിവസവും കൂടിക്കൊണ്ടേയിരിക്കും. ഇപ്പോൾ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ വെച്ച് നിങ്ങളൊരു സ്പിരിച്വലായ മനുഷ്യനാണെങ്കിൽ, നിങ്ങൾ പൊളിറ്റിക്കലായൊരു മനുഷ്യനാണെങ്കിൽ, നിങ്ങൾ സോഷ്യലായൊരു മനുഷ്യനാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യങ്ങളോട് മതിയെന്ന് പറയേണ്ടതായിട്ട് വരും. എന്നിട്ട് പിന്നെയൊക്കെ ഇത് പറ്റാത്ത മനുഷ്യർക്ക് വേണ്ടിയുള്ള നിങ്ങളുടെ പരിഗണനയും ശ്രദ്ധയാണ്. അതുകൊണ്ട് ഇതിനെ ഞങ്ങൾ വിളിക്കുന്ന വാക്ക് റെസ്പോൺസിബിൾ റെസ്റ്റോറൻ്റ് എന്നാണ്. ഇതൊരു ഒരു ചാരിറ്റി ഇൻഡെക്സ് അല്ല, അതൊന്ന് മനസ്സിലാക്കിയാൽ നല്ലതായിരിക്കും. എന്തോ കാരണം കൊണ്ട് ഇന്ന് അപ്പം ഭക്ഷിക്കാനായിട്ട്, അന്നം ഭക്ഷിക്കാനായിട്ട് വീട്ടിൽ സാധ്യതയില്ലാത്ത ഒരാൾ ഞങ്ങളുടെ ആതിഥ്യത്തിലേക്ക് വരുന്നു, അത്രയേ ഉള്ളൂ. വിത്ത് ഓൾ റെസ്പെക്റ്റ്. അങ്ങനെയാണ് ഈ ഒരു ആശയത്തിന് കുറച്ചുകൂടിയൊക്കെ ഒരു ചെറുപ്പക്കാരുടെ പങ്കാളിത്തം ഉണ്ടായത്. ഞാൻ നിൽക്കുന്നത് കൊച്ചിയിൽ ഇത് കണക്ക് തന്നൊരു മെസ്സിലാണ്. അതിനകത്ത് തന്നെ ഇങ്ങനെ കുറച്ച് ജോലിയൊക്കെ ചെയ്ത് ജീവിക്കുകയാണ്. വോളണ്ടിയേഴ്സാണ്, ഒരു 40-ഓളം വോളണ്ടിയേഴ്സാണ്. വെളുപ്പിന് 5:30 വന്നിട്ട് ഇങ്ങനെ കറക്കി നുറുക്കിയും, അവിടെ ബ്രേക്ക്ഫാസ്റ്റ് കൂടിയുണ്ട്. 5 പൈസയുടെ പ്രായോഗിക മൂല്യമില്ലാത്തൊരു കാര്യത്തിന് വേണ്ടി ഇത്രയും മനുഷ്യർ തങ്ങളെ അർപ്പിക്കുന്നെങ്കിൽ പതുക്കെ പതുക്കെ 5 അപ്പം വെച്ച് നീട്ടാനായിട്ട് ശ്രമിക്കുന്ന ഒരാശയം പതുക്കെ ഇങ്ങനെ മുള പൊട്ടുകയാണ്. അത് സാമാന്യം വലിയൊരു കെട്ടിടൻ്റെ ഒപ്പിട്ടുണ്ടെന്നും അല്ല കേട്ടാ പറയുന്നത്, ഇതിന് പിന്നിലുള്ള ഈർപ്പമുള്ള മനുഷ്യരെ. അങ്ങനെ 5 അപ്പത്തോടെ ഇപ്പോൾ സജ്ജിയൊക്കെ ഉണ്ട്. സജ്ജിയുടെ വീട് ഇത് കണക്ക് തന്നെ 5 അപ്പത്തിന് വേണ്ടി മാറ്റിവെച്ചാണ്. ഇപ്പോൾ ആ പട്ടികയിലെ ഏറ്റവും അവസാനത്തെ റെഫറൻസ്, ഇതുകൊണ്ട് തീരുന്നില്ല, ഈ പട്ടിക മുമ്പോട്ട് പോകും. കാരണം നമ്മൾ കടന്നു പോകും. ഇത്തരം ചില ആശയങ്ങളും ഇത്തരം ചില താല്പര്യങ്ങളൊക്കെ നിന്നേ പറ്റും. അതിനകത്ത് ഇന്നത്തെ നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റെഫറൻസ് എന്ന് പറയുന്നത് ഈ മനുഷ്യനാണ്. ഒന്നിലും ഇങ്ങനെ ഇടപെടാൻ താല്പര്യമില്ലാതെ പരമാവധി ഇങ്ങനെ മാറി മാറി നടക്കുന്നൊരു മനുഷ്യൻ. അദ്ദേഹത്തിൻ്റെ അധ്വാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഓഹരി ഈ കോസിന് വേണ്ടി മാറ്റിവെച്ചു എന്നുള്ളത് ഒരു 10-16 വർഷം മുമ്പ് ഞാൻ പറഞ്ഞ് ഒരു കുഞ്ഞ് ആശയത്തിന് കിട്ടിയ ഏറ്റവും വലിയ വൗച്ചിങ്ങാണ്. എനിക്കതിങ്ങനെ യേശുവിൻ്റെയൊക്കെ ജ്ഞാനസ്നാനത്തിന് ഇങ്ങനെ പ്രാവ് വന്നിട്ട് അവൻ്റെ നെറ്റിയിൽ മുത്തവിട്ടെന്ന് പറഞ്ഞ കണക്കൊരു സംഭവം. ഇറ്റ്സ് എൻ അറ്റസ്റ്റേഷൻ ഗിവൺ ടു ലവിനും അങ്ങനെയൊക്കെ കവിത ഇങ്ങനെയൊക്കെ ഉള്ള കുറേ പേരുടെയൊക്കെ സങ്കല്പങ്ങൾക്ക് കിട്ടിയൊരു അറ്റസ്റ്റേഷനാണ്. അതിനോടിങ്ങനെ ഒരു ഔപചാരിക നന്ദി പറഞ്ഞ് ഞാനതിൻ്റെ ഗ്രാവിറ്റി കളയാൻ ആഗ്രഹിക്കുന്നില്ല. വി ഹോൾഡ് ഹിം ടൈറ്റ്. അദ്ദേഹത്തിൻ്റെ ഇങ്ങനെ അപ്പച്ചൻ അമ്മച്ചി തന്നെ വിളിക്കണം. ആ ഒരു പ്രസൻസ് ആയിരിക്കും ഒരു പക്ഷേ ഇന്നത്തെ ഏറ്റവും ഗ്രേസ്ഫുൾ പ്രസൻസ്. ഇതിൻ്റെ ചെറിയ ചെറിയ പരിപാടികൾക്കകത്ത് പോലെ ഇത് ഓപ്പൺ ചെയ്യുന്ന ദിവസം, പ്രാർത്ഥന ചെയ്യുന്ന ദിവസം ഒക്കെ ഇങ്ങനെ ഒരിടത്ത് വന്ന് ഇങ്ങനെ ഇരിപ്പുണ്ട്. എനിക്ക് തോന്നുന്നു താങ്കളുടെ കുടുംബത്തിൽ അനേകം മംഗളമുഹൂർത്തങ്ങൾ നടന്നിട്ടുണ്ടാകും. പെൺകുട്ടികളുടെ വിവാഹം, പേരക്കുട്ടികളുടെ വിവാഹം. പക്ഷേ ഈ ഒരൊറ്റ ഇതിന് മുമ്പിൽ അതൊക്കെ ഇങ്ങനെ ചെറുതായി പോവുകയാണ്. കാരണം അതൊക്കെ നമ്മുടെ വീടിൻ്റെ സന്തോഷത്തിനും സമാധാനത്തിനും വേണ്ടിയായിരുന്നു. ഇതങ്ങനല്ല. നമുക്ക് പുറത്തൊരു വീടുണ്ടെന്ന് കുഞ്ഞുകുട്ടികളോടും മക്കളോടും പറഞ്ഞു കൊടുക്കുന്നതിൻ്റെ ഏറ്റവും നല്ല ദിവസമായത്. വീടിന് പുറത്തൊരു ജീവിതമുണ്ട്. അതുകൊണ്ട് അപ്പച്ചൻ്റെ പപ്പയുടെയൊക്കെ ഒരു സാന്നിധ്യം ഇങ്ങനെ ഭയങ്കരമായിട്ട് വാല്യൂ ചെയ്യുന്നു.
ഒത്തിരി പേരുണ്ട് ഇവിടെ ഇരിക്കുന്ന. ഞാൻ ഇവിടെ നോക്കുമ്പോൾ എനിക്കറിയാം, എനിക്ക് തോന്നുന്നൊരു 100 പേര് പ്രസൻ്റാണ്. അതിൽ 40 പേരെങ്കിലും എനിക്കിങ്ങനെ വ്യക്തിപരമായിട്ട് അറിയാം. ഒരു 100 പേര് കൂടുമ്പോൾ 40 പേര്. ആ 40 പേരെക്കുറിച്ചും ബാക്കിയുള്ളവരെ കുറിച്ച് എനിക്ക് പറയാവുന്നൊരു ഒരു സങ്കല്പം എന്ന് പറയുന്നത് ട്രെഞ്ച്ഡ് പീപ്പിളാണ്. പിന്നെ കുതിർന്നു നിൽക്കുന്ന മനുഷ്യരാണ്. ഈ കുതിർന്നു നിൽക്കുന്ന മനുഷ്യരാണ് ആവശ്യത്തിലേറെ അഴുക്ക് പുരണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ മലയാളി സമൂഹത്തെ ജ്ഞാനസ്ഥാനപ്പെടുത്താൻ പോകുന്നത്. ഒത്തിരി അഴുക്ക് പുരണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. മനുഷ്യരിങ്ങനെ വൃഥാ തർക്കങ്ങളിൽ ഏർപ്പെടുന്നു, പെസിമിസ്റ്റിക് ആവുന്നു, ഉദ്ദേശശുദ്ധികൾ ചോദ്യം ചെയ്യപ്പെടുന്നു. അത്തരം ദേശത്തിൽ നമുക്ക് രൂപപ്പെടുത്താവുന്ന മനുഷ്യനിലും പ്രകൃതിയിലും കാലത്തിലും, വേണമെങ്കിൽ ആ വാക്ക് പറയാൻ ഞാൻ ധൈര്യപ്പെടുകയാണ്, ഈശ്വരിലൊക്കെ വിശ്വസിക്കുന്നവർക്ക് രൂപപ്പെടുത്താവുന്ന ഒരു ബദൽ ഒരു സംസ്കാരമുണ്ട്, ഓൾട്ടർനേറ്റീവ് കൾച്ചർ. അതിൻ്റെ കൂടി ഒരു വിൻഡോ ആയിട്ട് അഞ്ചപ്പത്തെ ഞങ്ങൾ വിഭാവനം ചെയ്യുകയാണ്. ഇത് ഏറ്റവും ഭംഗിയായിട്ട് ഇതിൻ്റെ പണിയൊക്കെ ചെയ്തെടുത്തത് ഷിജു ആണ്, ഞങ്ങളുടെ ഒരു മകനാണ്. ഇതെല്ലാം തീരുമ്പോൾ ഞങ്ങളൊരു മകൾ സ്ഥലത്തെത്തി, പിന്നെ മറിയം. അവളിതിനകത്തൊക്കെ ഒരു എക്സ്പേർട്ടാണ്. അവളാണ് അകത്തെ ആ ഒരു ചെറിയ ചെറിയ കാര്യങ്ങൾ കൊണ്ട് ഇതിൻ്റെ എസ്തറ്റിക്സിനെ മെച്ചപ്പെടുത്തിയെടുത്തത്. ഇതിനൊക്കെ ഒരു ഗ്രേസ് പാർട്ട് എന്ന് പറയുന്നൊരു കുഞ്ഞു കാര്യം കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കുകയാണ്. അത് 2 സിസ്റ്റേഴ്സിൻ്റെ സാന്നിധ്യമാണ്. മറ്റഞ്ചപ്പങ്ങളിൽ ഞങ്ങൾക്കില്ലാത്ത ഒരു പ്രിവിലേജ്ഡ് ഹോമായിട്ടത് മാറുന്നത് ഇവരുടെ സാന്നിധ്യം കൊണ്ടാണ്. ചെറിയ പ്രായത്തിലൊക്കെ ഇങ്ങനെ വീടിന് പുറത്ത് ജീവിതമുണ്ടെന്നൊക്കെ തിരിച്ചറിഞ്ഞ 2 സഹോദരിമാരാണ്. അവരുടെ പ്രസൻസ് ഇതിൻ്റെ എംബലിഷ് ചെയ്യും ഈ ആശയത്തെ. പിന്നെ പിതാവിനോടൊക്കെയുള്ള നമസ്കാരം പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു ചെറിയ കാര്യത്തിന് അദ്ദേഹമൊക്കെ സമയം സ്പെയർ ചെയ്യാന്നൊക്കെ പറയുന്നത് ഇങ്ങനെ പറയുന്ന നടപ്പരീതിയുടെ ഭാഗമായിട്ടല്ല, എനിക്കറിയാം. എല്ലാവർക്കും എന്തുമാത്രം തിരക്ക് അല്ലേ, എളുപ്പമല്ല. പ്രത്യേകിച്ച് ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ലാതെ എനിക്ക് പോലും ഒരു കാര്യത്തിൽ ഓടിയെത്താൻ പറ്റുന്നില്ല. നിങ്ങൾ വന്നു. ഇതിൻ്റെ ഏറ്റവും വലിയ ബ്ലെസ്സിങ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഫുട്ഫോൾസാണ്. പണ്ടിങ്ങനെ ആദിമ സഭയിലൊക്കെ ഇങ്ങനെ പള്ളി പണിത് കഴിയുമ്പോഴേക്കും ചെയ്തുകൊണ്ടിരുന്നൊരു പ്രധാനപ്പെട്ടൊരു കാര്യം, ഇങ്ങനെ പിതാക്കന്മാരോ അല്ലെങ്കിൽ വൈദികരോ ഒക്കെ വന്നിട്ട് പള്ളി ബ്ലസ് ചെയ്യുന്ന രീതിയില്ലായിരുന്നാണ് പറയുന്നത്. അതിനകത്തേക്ക് ഇങ്ങനെ കുറേ കാലത്തേക്കിങ്ങനെ മനുഷ്യർ വെറുതെ പ്രവേശിച്ചുകൊണ്ടിരിക്കും. അതിൻ്റെ കൊത്തുപണികളും അതിൻ്റെ ഭംഗിയും അതിൻ്റെ ഒരു പവിത്രതയൊക്കെ ഇങ്ങനെ ധ്യാനിച്ചും നോക്കിയും ഒക്കെ ഇങ്ങനെ മനുഷ്യർ അതിനകത്ത് കുറച്ച് നാളിങ്ങനെ വട്ടം ചുറ്റും. ആ ഫുട്ഫോൾസാണ് ആ കെട്ടിടത്തിൻ്റെ ബ്ലെസ്സിങ്സ്. അപ്പോൾ ഇവിടെ ഒരു പ്രതീകം എന്ന നിലയിലൊക്കെ ഞങ്ങളൊരു തിരിയൊക്കെ തെളിക്കുന്ന മാത്രമേ ഉള്ളൂ. പക്ഷേ യുവർ ഫുട്ഫോൾ അതുതന്നെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഘടകം. കഴിക്കുകയോ കഴിക്കാതിരിക്കുകയോ ചെയ്യുക, പക്ഷേ ഉച്ചയ്ക്ക് ഈ വസ്തുവിൽ നിന്ന് കയറിപ്പോകണം, അതിൻ്റെ സമാധാനം അനുഭവിക്കണം. ഇതിനകത്തുനിന്ന് ബെനഫിറ്റ് ചെയ്യാൻ പോകുന്ന ആരാണെന്ന് കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. നമ്മൾ വിചാരിക്കും ഇതിനകത്തുനിന്ന് ബെനഫിറ്റ് ചെയ്യാൻ പോകുന്നത് ഇവിടെ കുറച്ച് ബുദ്ധിമുട്ടുള്ള വ്യക്തികളാണ്. അല്ല, ഇതല്ലെങ്കിൽ മറ്റൊരു പ്രൊവിഷൻ ഉണ്ടാവും. ഇതൊക്കെ കണ്ടിട്ടാണോ ഇങ്ങനെ ലോകത്തിൻ്റെ സഞ്ചാരം മുമ്പോട്ട് പോകുന്നത്? അല്ല. പക്ഷേ ഇതില്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന നമ്മൾ എന്നാ ചെയ്യും? മനുഷ്യനുമായിട്ട് ബന്ധപ്പെടാതെ, മനുഷ്യൻ്റെ കൈകോർത്ത് പിടിക്കാതെ, മനുഷ്യനെ നോക്കി പുഞ്ചിരിക്കാതെ, എന്താ തൻ്റെ പ്രശ്നമെന്ന് ചോദിക്കാതെയൊക്കെ കടന്നു പോയി കഴിഞ്ഞാൽ നമ്മൾ എത്ര ചെറിയ മനുഷ്യരായിട്ട് മടങ്ങിപ്പോണ്ടായിട്ട് വരും. ചുരുക്കത്തിൽ ഇവിടെ ഭക്ഷണം കഴിക്കാനായിട്ട് വരുന്നവരല്ല ഇത് ആത്യന്തികമായിട്ട് സഹായിക്കാൻ പോകുന്നത്. മറിച്ച് ഇവിടെ വെച്ച് വിളമ്പാനും പാത്രം കഴുകാൻ പോകുന്നവരാണ് ഇത് സഹായിക്കാനായിട്ട് പോകുന്നത്. അവർക്കും എല്ലാവർക്കും സ്തുതിയായിരിക്കട്ടെ.